വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഇന്നത്തെ വർധനവോടെ രാജ്യ തലസ്ഥാനത്തെ ഒരു വാണിജ്യ സിലിണ്ടർ വാങ്ങാൻ ഇനി 3071 രൂപ 50 പൈസ നൽകണം. 3085 രൂപയാണ് കൊച്ചിയിലെ പുതിയ വില. തിരുവനന്തപുരത്തെ 3106 രൂപയും കോഴിക്കോട് 3117 രൂപയുമായി. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വില വർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുന്നതോടെ വിലക്കയറ്റത്തിന് സാധ്യതയുമുണ്ട്. അതേസമയം പെട്രോൾ, ഡീസൽ വിലകളിൽ നിലവിൽ മാറ്റമില്ല. പ്രീമിയം പെട്രോൾ, അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനം എന്നിവയ്ക്ക് ആഗോള വിപണിക്ക് അനുസൃതമായി വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിൽ തുടരുകയാണ്. ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 80% വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് IOC അറിയിച്ചു. ഇതോടെ ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും വിലക്കയറ്റത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. ആഗോള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ മാസവും വില പരിഷ്കരിക്കാറുള്ള ചില വ്യാവസായിക മേഖലകളിലെ ഇന്ധനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുമാണ് IOCയുടെ വിശദീകരണം. ആകെ ഉപഭോഗത്തിന്റെ 1% താഴെ മാത്രമാണ് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിഹിതം. ബൾക്ക് ഡീസൽ, അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള ATF എന്നിവയുടെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. അതേസമയം 4% പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ആഗോള വിപണിയിലെ ചലനങ്ങൾ പ്രതിഫലിച്ചുകൊണ്ട് നേരിയ കുറവുണ്ടായി. ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 80% ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. 4% ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. 16% ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചു. അതിനിടെ ഇന്നു മുതൽ ഗാർഹിക പാചകവാതക ബുക്കിംഗിൽ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇനി മുതൽ 25 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ സിലിണ്ടർ ബുക്കിംഗ് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ അത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാണ്. അനുവദിച്ച സമയപരിധിക്ക് മുമ്പുള്ള ബുക്കിംഗുകൾ സിസ്റ്റം സ്വയം ബ്ലോക്ക് ചെയ്യും. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ സംയുക്തമായാണ് ഈ തീരുമാനമെടുത്തത്. അതുപോലെ തന്നെ ഗ്യാസ് വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് സംവിധാനം ഏർപ്പെടുത്തി. സിലിണ്ടർ കൈപ്പറ്റുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വിതരണക്കാരെ അറിയിക്കണം. ഫിസിക്കൽ ബ്ലൂ ബുക്കോ രസീതോ മാത്രം കാണിച്ച് ഇനി മുതൽ സിലിണ്ടർ വാങ്ങാൻ കഴിയില്ല.